അത് ഷാപ്പിന്റെ ഭാഗമാണ് സാർ ഇത്. ഞാൻ ഈ ഭാഗത്തായിരുന്നു സാർ ഇരുന്നതേ. ഈ കോൺക്രീറ്റ് കെട്ട വന്ന് വീണ് ഈ ഭാഗത്താണ് ഞാൻ ഇരുന്നത്. ഞാനപ്പോ ആ വർക്ക്ഷോപ്പിൽ ആള് വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ വെളിയോട്ട് ഇറങ്ങി വരുന്നത്. രണ്ടാമത്തെ തവണ വിളിക്കുമ്പോഴാണ് ഞാൻ ഇറങ്ങി വരുന്നത്. ഞാൻ ഇരുന്ന ഭാഗമാണ് ഇത്. അദ്ദേഹം വിളിച്ചോണ്ടാണ് ഞാൻ വെളിയിൽ വരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനകത്ത് കണ്ടേനെ. അത് 2-3 മിനിറ്റിനകമായിട്ട് സംഭവം നടക്കുന്നു. ഇതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഇവരെ. അപ്പോൾ ഈ 2 പേരിൽ ഒരാൾ ഞങ്ങളുടെ കൂടെ വരുന്നു, ഒരാൾ ഇതിനകത്ത് ഇരിക്കുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ എന്തോ ഒരു പുകപോലെ കാണുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് വന്നിരുത്തി വീഴുമായിരുന്നു ഇങ്ങോട്ട്. അതെ 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 അത് നമ്മുടെ വീട്ടുകാരുടെ അച്ഛൻ, അമ്മ, എന്റെ മക്കള്, അവരെയൊക്കെ ഭാഗ്യം എന്ന് പറയാം. പിന്നെ എന്റെ സുഹൃത്തായ ബൈജു, അദ്ദേഹമാണല്ലോ എന്നെ വന്ന് വിളിച്ചിറക്കിയതേ. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ജോലിസ്ഥലത്ത് സദാനേരവും ഇടപഴകുന്ന സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് നെല്ലിപ്പള്ളിയിലെ കള്ളുഷാപ്പുടമ ബിനോയ്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ സർവീസ് സ്റ്റേഷന് മീതെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ് പെയിന്റിംഗ് തൊഴിലാളി സിജു തോമസ് മരിച്ച സംഭവത്തിൽ രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് സമീപത്ത് കള്ളുഷാപ്പ് നടത്തുന്ന അടൂർ ഇളമണ്ണൂർ സ്വദേശി ബിനോയ്. സംഭവം നടക്കുന്നതിന് 3 മിനിറ്റ് മുൻപേ വരെ അപകട സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് ബിനോയ്. കള്ളുഷാപ്പിൽ ബിനോയ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് സംരക്ഷണ ഭിത്തി തകർന്ന് ആ ഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. സംഭവത്തിന് 2 മിനിറ്റ് മുൻപേ ബിനോയിയുടെ സുഹൃത്ത് ബിജു പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയതിനാലാണ് ബിനോയ് രക്ഷപ്പെട്ടത്. സംഭവത്തിന് തൊട്ടു മുൻപും മരിച്ച സിജു തോമസിനെ ബിനോയ് അന്വേഷിച്ചിരുന്നു. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ വലിയ ശബ്ദവും പൊടിപടലങ്ങളും ഉയർന്ന് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി തകർന്ന് കെട്ടിടത്തോടൊപ്പം നിലം പതിക്കുകയായിരുന്നു. ഈ സമയം സിജു സർവീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന വിവരം സുഹൃത്ത് പറയുമ്പോഴാണ് മനസ്സിലായതെന്നും ബിനോയ് പറഞ്ഞു. ഞാൻ ഇവിടെ നെല്ലിപ്പള്ളിയിലെ ഈ ഷാപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനും സിജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ പരിചയം കാര്യങ്ങളുള്ള ആളാണ്. രാവിലെ കാപ്പി കുടിക്കുന്നതും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതും എല്ലാം ഞങ്ങൾ ഒന്നിച്ച് തന്നെയായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ പുള്ളിയെ തിരക്കി ഇവിടെ വന്നായിരുന്നു. വന്ന സമയത്ത് ഞാൻ വിളിച്ചായിരുന്നു, സിജു എന്ന് വിളിച്ചു. അപ്പം പുള്ളിയുടെ ഇതൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞപ്പം ഇവിടെ വേറെ അച്ചായനുണ്ടായിരുന്നു, പുള്ളി വന്നു. ഞങ്ങളെല്ലാം കൂടെ ആ വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിൽക്കുകയായിരുന്നു. നിന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു പുക ഇതുപോലെ ഒന്ന് കണ്ടു നോക്കിയപ്പോഴത്തേന് ഈ ബിൽഡിംഗ് എല്ലാം കൂടെ ഇരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോഴേ അച്ചായൻ പറഞ്ഞു, ചെറുക്കൻ അധികം ഉണ്ടല്ലോ, കുഞ്ഞധികം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ തിരിച്ച് ഓടി ഇങ്ങോട്ട് വരികയായിരുന്നു. എൻ്റെ നല്ലൊരു സുഹൃത്തും, നല്ലൊരു സുഹൃത്തുമല്ല, എൻ്റെ അനിയനെ പോലെ ആയിരുന്നു പുള്ളി. എനിക്ക് ആഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉച്ചയ്ക്ക് പുള്ളിയായിരുന്നു കൊണ്ട് തെരിയടിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.